സാമ്പത്തിക സാമൂഹിക മേഖലകളിൽ പരിഷ്കാരങ്ങൾ നിർദ്ദേശിക്കുന്നതിനായി ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെയും നേതൃത്വത്തിൽ കേന്ദ്രം 2 പുതിയ അനൌദ്യോഗിക മന്ത്രിതല സമിതികൾ രൂപീകരിച്ചു. ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ, വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ എന്നിവരുൾപ്പെടെ 13 അംഗങ്ങളാണ് അമിത്ഷായുടെ സമിതിയിലുള്ളത്. റെയിൽവേ IT മന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇതിന്റെ കൺവീനർ. ധനകാര്യം, വ്യവസായം, വാണിജ്യം, അടിസ്ഥാന സൗകര്യങ്ങൾ, ലോജിസ്റ്റിക്സ്, വിഭവങ്ങൾ, ശാസ്ത്ര സാങ്കേതികം, ഭരണം എന്നിവ ഉൾപ്പെടെയുള്ള സാങ്കേതിക സാമ്പത്തിക മേഖലകളിൽ നിയമനിർമ്മാണപരവും നയപരവുമായ പരിഷ്കരണം അജണ്ട തയ്യാറാക്കുന്നതിലാണ് ഈ സമിതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. സാമൂഹിക ക്ഷേമ സുരക്ഷാ മേഖലകളിലെ പരിഷ്കരണത്തിന് രാജ്നാഥ് സിംഗ് നേതൃത്വം നൽകുന്ന സമിതിയിൽ 18 അംഗങ്ങളാണ് ഉള്ളത്. വിദ്യാഭ്യാസം, ആരോഗ്യം, പ്രതിരോധം, നൈപുണ്യ വികസനം, സാമൂഹ്യക്ഷേമം, ഭവനം, തൊഴിൽ, പൊതുജനാരോഗ്യം തുടങ്ങിയ മേഖലകളിലെ പരിഷ്കാരങ്ങൾക്കുള്ള സാധ്യതകൾ ഈ സംഘം പരിശോധിക്കും. റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരി, കൃഷിവകുപ്പ് മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ എന്നിവർ ഈ പാനലിലെ അംഗങ്ങളാണ്. തൊഴിൽ കായിക മന്ത്രി മൻസുഖ് മാണ്ഡവിയാണ് കൺവീനർ. അടുത്ത തലമുറയിലെ പരിഷ്കാരങ്ങളുടെ ആവശ്യകതയ്ക്കായി കർമ്മസേന രൂപീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് പുതിയ മന്ത്രിതല സമിതികൾ രൂപീകരിച്ചിട്ടുള്ളത്. 21ാം നൂറ്റാണ്ടിന് അനുയോജ്യമാക്കുന്ന തരത്തിലും ആഗോള സാഹചര്യങ്ങൾക്ക് ഇണങ്ങുന്ന വിധത്തിലും 2047ഓടെ ഭാരതത്തെ ഒരു വികസിത രാജ്യമാക്കുക എന്ന കാഴ്ചപ്പാടിന് അനുസൃതമായും നിലവിലുള്ള നിയമങ്ങളും ചട്ടങ്ങളും നയങ്ങളും നടപടിക്രമങ്ങളും മാറ്റിയെഴുതണം എന്ന് പ്രധാനമന്ത്രി മോദി തൻ്റെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം. പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾഡ് സേവിംഗ് സ്കീം. പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ പട്ട് സ്കീം. എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി, കുവൈറ്റ് ആൻഡ് കണ്ണൂർ.